നമസ്കാരം. വി ജോയിയെ മാറ്റി എ റഹീം ജില്ലാ സെക്രട്ടറി ആകുന്നു. തലസ്ഥാന CPM-ൽ പിടിമുറുക്കുകയാണ് മന്ത്രി റിയാസ്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എ റഹീമിന് മുൻതൂക്കമുണ്ടാകുന്നു. റിയാസിന്റെ താല്പര്യവും മുഖ്യമന്ത്രിയായുമായിട്ടുള്ള അടുപ്പവുമൊക്കെ റഹീമിന് അനുകൂല ഘടകമായിട്ട് മാറുന്നു. വി ജോയി വീണ്ടും മത്സരിക്കുന്നതോടുകൂടി തലസ്ഥാനത്ത് CPM അമരത്ത് വൻ മാറ്റ സാധ്യതകൾ ഉണ്ടാകുന്നു. വി ജോയിയെ മാറ്റി പുതിയൊരു ജില്ലാ സെക്രട്ടറി വരുന്നു. ആ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എ റഹീം ആയിരിക്കാം. വി ജോയി വീണ്ടും മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. CPM-ൽ തലസ്ഥാന ജില്ലയിലെ പുതിയ സെക്രട്ടറി ആരാകുമെന്നുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ ജില്ലാ സെക്രട്ടറിമാർ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന നിബന്ധനയിൽ ഇളവ് നൽകിയാണ് വി ജോയിയെ മൂന്നാം തവണയും നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുന്നത് എന്നതാണ്. ജില്ലാ സെക്രട്ടറിമാർ മത്സര രംഗത്ത് ഇറങ്ങിയാൽ അപ്പോൾ തന്നെ സെക്രട്ടറി പദവി ഒഴിയണമെന്നാണ് സംസ്ഥാന സമിതിയുടെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊപ്പം തന്നെ പുതിയ ജില്ലാ സെക്രട്ടറിയെ കൂടി പ്രഖ്യാപിക്കേണ്ടതുണ്ട് ഇപ്പോൾ തലസ്ഥാനത്ത്. അതാണ് പുതിയ ജില്ലാ സെക്രട്ടറി ആരാകുമെന്നുള്ള ചർച്ചകൾ സജീവമാകാൻ കാരണം. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾക്കായിരിക്കും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണന എങ്കിൽ കൂടിയും തിരുവനന്തപുരത്ത് നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങളിൽ വി ജോയിയെ കൂടാതെ ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും DK മുരളിയും മത്സര രംഗത്ത് ഇപ്പോൾ തന്നെ സജീവമാണ് ഉണ്ടുതാൻ. ബാക്കിയുള്ള സംസ്ഥാന സമിതി അംഗങ്ങളിൽ M വിജയകുമാർ 75 വയസ്സ് പ്രായപരിധി പിന്നിട്ട ആളാണ്. അവശേഷിക്കുന്ന സംസ്ഥാന സമിതി അംഗങ്ങൾ എന്ന് പറയപ്പെടുന്നത് എ റഹീമും ഡോക്ടർ TN സീമ എന്നിവരാണ്. എ റഹീം നിലവിൽ രാജ്യസഭാ അംഗമാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുവാനുള്ള സാധ്യത കുറവാണ് എന്ന് പാർട്ടി കരുതുന്നുണ്ട്. 2022 രാജ്യസഭാ അംഗമായിട്ടുള്ള റഹീമിന് 2028 വരെ കാലാവധി ഉണ്ട് താനും. പിന്നെ ഉള്ളത് TN സീമ മാത്രമാണ്. ഹരിത കേരള മിഷൻ തലപ്പത്തിരിക്കുന്ന സീമയെ തിരുവനന്തപുരം പോലെ ഏറെ പ്രാധാന്യമുള്ള ജില്ലയിലെ പാർട്ടി സെക്രട്ടറിയായി പരിഗണിക്കുവാൻ സാധ്യത വളരെ വിരളമാണ്. ജില്ലയിലെ സങ്കീർണമായിട്ടുള്ള രാഷ്ട്രീയ സംഘടനാ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ സംഘടനാ ശ്രേണിയിൽ പരിചയസമ്പത്ത് കുറവുള്ള സീമയെ പരിഗണിക്കുക എന്നുള്ളത് പ്രയാസകരമാണ് ആ പാർട്ടിക്ക് എന്നുള്ളതാണ്. സംസ്ഥാന സമിതി അംഗങ്ങളിൽ നിന്ന് തന്നെ ജില്ലാ സെക്രട്ടറിയെ കണ്ടെത്തണമെന്ന് തീരുമാനിച്ചാൽ രാജ്യസഭാ അംഗമായിട്ടുള്ള എ റഹീമിനെ തന്നെ ജില്ലാ സെക്രട്ടറി ആക്കേണ്ടി വരും. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പിന്തുണ കൂടി ഉള്ളത് റഹീമിന്റെ അനുകൂല ഘടകമായിട്ട് കാണേണ്ടി വരും. നിലവിൽ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വി ജോയിയും റിയാസിന്റെ പിന്തുണയിലാണ് ആ പദവിയിൽ എത്തിയത് എന്നുള്ളതാണ്. ജോയി മാറുമ്പോൾ മറ്റൊരു വിശ്വസ്തനെ തലസ്ഥാന ജില്ലയിലെ CPM-ന്റെ അമരത്തിരുത്തണമെന്ന് റിയാസ് തീരുമാനിച്ചാൽ അത് എ റഹീം തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ എ റഹീം തന്നെ ജില്ലാ സെക്രട്ടറി ആകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. റഹീമിനെ ജില്ലാ സെക്രട്ടറി ആക്കി കൊണ്ടുവന്നാൽ തിരുവനന്തപുരത്തെ പാർട്ടിയിൽ തലമുറ മാറ്റം കൊണ്ടുവരാമെന്നത് നേതൃത്വം കണക്കാക്കുന്ന ഒരു കാര്യമാണ്. സംസ്ഥാന സമിതി അംഗങ്ങളിൽ നിന്നല്ലാതെ പുതിയ ജില്ലാ സെക്രട്ടറിയെ കണ്ടെത്താൻ തീരുമാനിച്ചാൽ ജില്ലാ സെക്രട്ടേറിയറ്റിലെ മുതിർന്ന അംഗങ്ങളിൽ ആരെങ്കിലും സെക്രട്ടറി പദത്തിലെത്തേണ്ടി വരും. അതിൽ തന്നെ C അജയകുമാറുണ്ട്, N രതീന്ദ്രനുണ്ട്, BP മുരളിയുണ്ട്, BS സുനിൽകുമാറുണ്ട്. ഇവരൊക്കെ ജില്ലാ സെക്രട്ടേറിയറ്റിലെ മുതിർന്ന അംഗങ്ങളാണ്. ഹരികുമാറിനെ പോലുള്ള യുവ നേതാക്കളും ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ട്. അജയകുമാറിന് കടകംപള്ളി സുരേന്ദ്രൻ ഗ്രൂപ്പിന്റെയും സുനിൽകുമാറിന് പഴയ ആനാവൂർ ശിവൻകുട്ടി ഗ്രൂപ്പിന്റെയും പിന്തുണ കൂടി ഉണ്ട് എന്നുള്ളതാണ്. സംസ്ഥാന നേതൃത്വത്തിന്റെ താല്പര്യമാകും നിർണായകമാവുക. തിരുവനന്തപുരം ജില്ലയിലെ 10 നിയമസഭാ മണ്ഡലങ്ങളിലും സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കുവാനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ ധാരണ ഉണ്ടായത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള ധാരണ ഉണ്ടായതും വിജയ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് സിറ്റിംഗ് MLA-മാർ വീണ്ടും മത്സരിക്കണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നിർദ്ദേശം നൽകുകയും ചെയ്തു. അപ്പോൾ ഇക്കാര്യമൊക്കെ സംസ്ഥാന സമിതിയെ അറിയിക്കുവാനും യോഗത്തിൽ തീരുമാനമാകുന്നു. ഘടകകക്ഷികൾക്ക് നൽകിയിരുന്ന കോവളം, തിരുവനന്തപുരം സെൻട്രൽ എന്നീ മണ്ഡലങ്ങൾ പാർട്ടി ഏറ്റെടുക്കുമെന്നുള്ള ആവശ്യങ്ങൾ വരെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഇവിടെ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ MV ഗോവിന്ദൻ സംസ്ഥാന സമിതിയിലേക്ക് ഈ കാര്യം വിടുന്നു. അതുകൊണ്ട് അവിടെ ആ തീരുമാനം എടുക്കുമെന്നാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ തവണ ജില്ലയിൽ മത്സരിച്ച 10 സീറ്റുകളിൽ CPM സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആന്റണി രാജുവാണ് വിജയിച്ചിരുന്നത്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ അയോഗ്യനാക്കപ്പെട്ട ആന്റണി രാജുവിന് മത്സരവിലക്കുള്ള സാഹചര്യത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് CPM ഏറ്റെടുത്ത് വിജയിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ CPM-ൽ തലസ്ഥാന നഗരത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. തലസ്ഥാന ജില്ലയെ പിടിച്ചടക്കുക എന്നുള്ളത് CPM-ൽ തന്നെ മുഹമ്മദ് റിയാസിന്റെ ഒരു ആഗ്രഹം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വി ജോയിയെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ എ റഹീം എന്ന് പറയപ്പെടുന്ന തന്റെ വിശ്വസ്തനായ ആളെ അവിടെ ജില്ലാ സെക്രട്ടറി പദവിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. CPM-ൽ തലസ്ഥാനം പിടിച്ചടക്കുക എന്നുള്ളത് മുഹമ്മദ് റിയാസിന്റെ ഒരു ആഗ്രഹമായതുകൊണ്ട് തന്നെ അതിന് ഒരു മൗനാനുവാദം പിണറായി വിജയന്റെ പക്കൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും.